രാഗമില്ലാത്തയാളാണ് മഹാദേവൻ. ആ രാഗമില്ലാത്ത ആ അവസ്ഥയിലേക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ടെത്തിക്കണേ എന്ന് മംഗളസ്വരൂപിയായ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കൃതി ഗുരുദേവൻ നമുക്ക് എഴുതി തന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ഭഗവാന്റെ സൗന്ദര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത്? നമ്മുടെ പുറത്തേക്ക് തുറന്നിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മുടെ ശക്തിയൊക്കെ ചോർന്നു പോകുമ്പോൾ അകത്തിരിക്കുന്ന ആ സ്വരൂപത്തെ നമ്മൾ അറിയാതെ പോകുന്നു. അത് അറിയണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് തുറന്നു വയ്ക്കണം. ഇന്ദ്രിയങ്ങൾ എപ്പോഴും നമ്മുടെ പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട് എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് അകത്തേക്ക് നമ്മൾ തുറന്നു വയ്ക്കുന്നത്? നമ്മുടെ ഈ ശരീരം 5 കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. 10 ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഒരു പ്രാണനെ കൊണ്ടും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങള് നമ്മൾ കഴിക്കുന്ന ആഹാരം അന്നമയ കോശത്തില് ശരീരം ഇങ്ങനെ വളരുന്നതും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടിയാണ്. ആ അന്നമയ കോശത്തിന് അകത്തൊരു പ്രാണമയ കോശമുണ്ട്. ആ പ്രാണമയ കോശത്തിനകത്തൊരു മനോമയ കോശവും അതിനകത്തൊരു വിജ്ഞാനമയ കോശവും അതിനകത്തൊരു ആനന്ദമയ കോശവും ഉണ്ട്. ആ ആനന്ദമയ കോശത്തിലാണ് നമ്മുടെ ആത്മാവ് ഇരിക്കുന്നത്. ഈ അറിവ് എന്ന് പറയുന്നത് വിജ്ഞാനമയ കോശത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ അറിവിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ നമ്മൾ ഗുരു എഴുതി തന്ന കൃതികളൊക്കെ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അറിയാതെ നമ്മൾ ആനന്ദമയ കോശത്തിലേക്ക് എത്താൻ പ്രാപ്തരാകും. ആ ആനന്ദമയ കോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തൃപ്തരാണ്. എന്തിനും നമുക്ക് സംതൃപ്തി കാണാൻ സാധിക്കും. എന്തില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നും, പക്ഷെ എല്ലാം ഉണ്ട് എന്ന് നമുക്ക് തോന്നും. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. നമുക്ക് ജീവിക്കാൻ സമ്പത്ത് വേണം, ശരീരത്തിന് ആരോഗ്യം വേണം, ജീവിതത്തില് നല്ല ബന്ധങ്ങൾ വേണം. എല്ലാം ഒത്തിണങ്ങി പിന്നെ നമുക്ക് നല്ലൊരു വിനോദം, നമുക്ക് ആസ്വദിക്കാൻ ഒരു മനസ്സ് വേണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആത്മീയമായ ഉണർവ് നമ്മൾ നേടേണ്ടത്. ഇതെല്ലാം ഒത്തിണങ്ങുന്ന ഒരാൾക്ക് മാത്രമേ ആത്മീയമായ ഉണർവിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആ ആത്മീയമായ ഉണർവ് നമ്മൾ ആദ്യമേ ഗുരുദേവൻ പറഞ്ഞ പോലെ അധ്വാനിച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കി ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കണം. ആരോഗ്യത്തോടെ ജീവിക്കണം. ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊന്നും ഉണ്ടാകില്ല. നല്ല ബന്ധങ്ങൾ, ആ ബന്ധങ്ങളാണ് നമ്മുടെ ഭാഗ്യങ്ങളായിട്ട് വരുന്നത്. പലരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് വികസിക്കുകയാണ്. ചെറിയ ഒരു ക്യാൻവാസിലെ ചെറിയൊരു ചിത്രമേ നമുക്ക് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതൊരു വലിയൊരു ക്യാൻവാസ് ആണെങ്കിൽ വലിയ വലിയ ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ മനസ്സ് നമ്മൾ നന്നായിട്ട് വികസിപ്പിക്കണം. മനസ്സ് വിശാലമാക്കണം. നമ്മൾ ജഡബന്ധത്തിൽ അകപ്പെട്ട് നിൽക്കാതെ നമ്മൾ ആ പരമസത്യത്തിലേക്ക് എത്താനായിട്ട് യാത്ര ചെയ്യണം. മനസ്സിൽ കാണുന്നതെല്ലാം ചിത്തത്തിലേക്ക് എത്തി ആ ചിത്തത്തിനെ നമ്മൾ വ്യതിചലിപ്പിക്കരുത്. ചിത്തം എപ്പോഴും ശുദ്ധമായിട്ടിരിക്കാൻ നമ്മൾ പ്രാപ്തരാകണം. ഓരോ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി ഓരോ വിഷയങ്ങൾ നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് നമ്മൾ വിശകലനം ചെയ്തിട്ട് ബുദ്ധിയിൽ അത് തെളിച്ചിട്ട് മാത്രമേ ചിത്തത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. ബുദ്ധിയുടെ മനസ്സിന്റെയും ഇടയ്ക്കാണ് ചിത്തം. ആ ചിത്തം തെളിയണം. ചിത്തത്തിന് ഭ്രമം വന്നാൽ എല്ലാം പോയി. ചിത്തഭ്രമം, ആ ചിത്തഭ്രമമാണ് ഗുരു പറയുന്ന മായ. ആ മായയിൽ പെട്ടു പോകരുത്. മായയിൽ പെട്ടാൽ നമുക്ക് പിന്നെ നേരായൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. നേരായി നമ്മൾ കേൾക്കില്ല. നമുക്ക് ഗുരുദേവ കൃതിയിൽ കൂടി നമ്മൾ കൃതി മാത്രമായിട്ടല്ല നമ്മുടെ ജീവിതം എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മായ മാറാനായിട്ട് നല്ല അറിവ്, നല്ല ഒരു പ്രകാശം ഉള്ളിലേക്ക് വരുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. കയറ് കാണുമ്പോൾ അത് പാമ്പാണോ കയറാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.
അങ്ങനെ നമ്മുടെ മനസ്സിൽ ആ നല്ല വെളിച്ചം എങ്ങനെയാണോ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നത്, നല്ലതല്ലാത്തതൊന്നും ചിന്തിക്കേണ്ട, നല്ലതല്ലാത്തല്ല അങ്ങ് മറന്നു കളയുക. നല്ലതല്ല ഒരുവൻ ചെയ്ത് നല്ല കാര്യം മറപ്പത്. ആ നല്ലതിനെ മാത്രം കാണുകയും നല്ലത് മാത്രം കേൾക്കുകയും ചെയ്യാനാണ് ഗുരു നമ്മളോട് പറഞ്ഞത്. നമുക്കിങ്ങനെയൊക്കെ ഒരു ഓരോ ഓരോ അമ്പലങ്ങളിലും ഇങ്ങനത്തെ ഓരോ പ്രഭാഷണങ്ങളും ഒരു സതുപദേശങ്ങളും ഒക്കെ തരാൻ ആരുമില്ലായിരുന്നു. ഗുരു തെളിച്ച വഴിയിൽ നമ്മളൊക്കെ ഇപ്പോഴാണ് സഞ്ചരിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ എത്രയോ മാറ്റങ്ങൾ വന്നു. ആർക്കും ആരെയും മാറ്റാൻ സാധിക്കില്ല, സ്വയം മാറണം. നമ്മൾ എങ്ങനെയാണോ ഗുരുവിനെ അറിയുന്നതിന് മുമ്പും ഗുരുവിനെ അറിഞ്ഞ ശേഷവും നമുക്കുണ്ടായത് നമ്മൾ തന്നെ വിശകലനം ചെയ്യണം. കോവിഡിന് മുമ്പും കോവിഡിന് പിൻപും എന്ന് പറയുന്ന പോലെ ഗുരുവിനെ ദൈവമായിട്ട് എന്നാണോ അറിയേണ്ട പോലെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അറിഞ്ഞു, എന്താണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നത്, അത് സ്വയം അവരവർ തന്നെ വിശകലനം ചെയ്യണം. ഒരു ശ്രീനാരായണീയനായിട്ട് ജീവിക്കുമ്പോൾ ഗുരു പറഞ്ഞ കുറച്ചെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഒരു സത്യാന്വേഷി അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്ദ്രിയ ജയം. മനസ്സ് പഞ്ചേന്ദ്രിയങ്ങളുടെ പുറകെ പോയാൽ നമ്മൾ ഒന്നും നേടില്ല. ആ പഞ്ചേന്ദ്രിയങ്ങളെ എങ്ങനെയാണ് ഗുരു നമ്മളോട് നമ്മൾ അതിനെ അടക്കിയിട്ട് എങ്ങനെയാണ് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായി മാറുന്നത് എന്നാണ് ഈ കൃതിയിൽ കൂടി നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇന്ദ്രിയ വൈരാഗ്യം എന്നുള്ള കൃതി എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും ചൊല്ലുന്നല്ലേ, ചൊല്ലത്തില്ലേ? ഗുരുവിന്റെ 67 കൃതികളുണ്ട്. ആ കൃതികൾ എല്ലാവരും പഠിച്ചില്ലല്ലോ. പഠിക്കുന്നത് നമ്മൾ മനനം ചെയ്യുകയും അത് മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യണം. ചുമ്മാ വായിച്ചു പോകരുത്. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം, ഹൃദയം കൊണ്ട് ഭഗവാനെ പൂജിക്കണം. വഴിപാടായിട്ടൊന്നും ചെയ്യരുത്. വഴിപാട് രസീത് എഴുതിയിട്ട് ആ ചെയ്തോ എന്ന് പറഞ്ഞു പോകുമല്ല. അർപ്പണ മനോഭാവത്തോടെ ഗുരുവിനെ പ്രാർത്ഥിച്ചാൽ ഗുരു നമ്മളിലുള്ള ആ എന്താണോ മാറ്റിക്കളയേണ്ടത്, എടുത്തു കളയേണ്ടത്, ആ നെഗറ്റീവ്സ് എല്ലാം ഭഗവാൻ എടുത്തു മാറ്റും. നമ്മളെ ശുദ്ധരാക്കും. ഇവിടെ ചെവി ശബ്ദം വന്നപ്പോൾ എത്രയും നേരവും ഭഗവാനെ അവിടുത്തെ രൂപം ഞാനിങ്ങനെ കണ്ടിരിക്കുമ്പോഴാണ് നിന്റെ സ്വരൂപത്തെ മറയ്ക്കുന്ന രീതിയിൽ നാദം അങ്ങോട്ട് വന്നത്. ആ നാദം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്റെ രൂപം കാണാൻ മേലാതായി. ആ ജനന മരണ ആ ബന്ധം എനിക്ക് അറ്റുപോയിട്ട് എനിക്ക് ഭഗവാന്റെ ആ സ്വരൂപത്തിൽ ലയിക്കണം. അതാണ് ആദ്യത്തെ പദ്യത്തിൽ ഇവിടെ ഗുരു നമ്മളോട് പറയുന്നത്. നാദം കടന്നു നടുവേ വിലസുന്ന നിന്മേൽ ചേതസ്സിലായി വരിക ജന്മമറന്നതിനായി ബോധം കളഞ്ഞു പുറമേ ചുഴലും ചെവിക്ക് ഒരാതങ്കമില്ലടിയൻ ഉണ്ടിതു തീർക്ക ശംഭോ. ചെവി പലതും ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. കേൾക്കേണ്ടതും കേൾക്കേണ്ടാത്തതുമായ കാര്യങ്ങൾ ചെവി കൊണ്ടുവരും. പക്ഷേ ചെവി നീ ഒരു ജഡവസ്തുവാണ്, നീ ഇതൊന്നും കേൾക്കുന്നില്ല, നീ ഒരു അവയവം മാത്രം. ഇന്ദ്രിയങ്ങളെ പല വാതിലുകളാണ് ഈ 5 ഇന്ദ്രിയങ്ങളും. ആ വാതിലുകൾ വഴിയാണ് വിഷയങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. നീ പലതും ഇങ്ങോട്ട് കൊണ്ടുവരും. പക്ഷേ അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നൊന്നും നീ ചിന്തിക്കുന്നില്ല. നീ ആ പറയുന്നത് കേട്ട് ഞാൻ വല്ലാതെ വിഷമിക്കുകയാണ്. നിനക്കറിയില്ല, നിനക്കൊന്നും അറിയണ്ട. നീ പലതും എന്നിലേക്ക് കൊണ്ടുതരുന്നു. ഞാൻ അത് വിഷമിക്കുകയാണോ സന്തോഷിക്കുകയാണോ ഒന്നും നിനക്കറിയണ്ട. നീ ഒരു ജഡവസ്തു മാത്രമേ നമ്മളെ ചെവി നീ. പക്ഷെ ഈ ചെവി കൊണ്ട് നമുക്ക് ഉപകാരമില്ലേ? ചെവി നമുക്ക് നല്ലൊരു ശ്രോതാവാകാൻ സാധിക്കും, അല്ലേ? പലർക്കും സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ആളില്ല എന്നൊരു ദുഃഖമുണ്ട്, അല്ലേ? എല്ലാവർക്കും പറയാൻ ഇഷ്ടമാണ്. 2 പേര് കൂടിയാൽ എനിക്ക് എൻ്റെ കാര്യമാണ് അവരോട് പറയാൻ ഒത്തിരി ഉള്ളത്. പക്ഷെ അവർക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ നല്ലൊരു ശ്രോതാവാകാം. പ്രായമൊക്കെ ചെല്ലുമ്പോഴേ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ആളില്ല. അവർക്ക് ഒത്തിരി പറയാനുണ്ടായിരിക്കും, പക്ഷെ അവർക്ക്
അവരുടെ അടുത്തിരുന്ന് സ്നേഹത്തോടെ അവർ പറയുന്നത് കേൾക്കാൻ ആരുമില്ലാതെ വരുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ മാറണം. അവർക്ക് അവരുടെ അടുത്തിരുന്ന് ഈ ചെവി ദോഷമാണെന്ന് പറഞ്ഞ ഗുണമാണ് അല്ലെ. നല്ലത് കേൾക്കുമ്പോൾ അത് ഗുണമാണ്. അവർക്കൊരു നല്ല വാക്ക് ആശ്വാസത്തോടെ പറയുക. ആ പറയുന്നവർക്ക് ഒരാളെങ്കിലും എന്നെ ശ്രമിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ ചെവി കൊണ്ട് നമുക്ക് ഗുണവും ഉണ്ട്. അടുത്ത പദ്യത്തിലേക്ക് പോകുമ്പോഴോ, കാണുന്ന കണ്ണിലൊരു ദണ്ഡവുമില്ല കണ്ടൻ, പ്രാണൻ വെടിഞ്ഞിടുകിലെന്തിനു പിന്നെയെല്ലാം, കാണും നിറം തരമിതൊക്കെ അഴിഞ്ഞെഴും നിൻ, ചേണുറ്റ ചെങ്കടലു തന്നു ജയിക്ക ശംഭോ. ചെവിയുടെ കാര്യം പറഞ്ഞ തന്നെയാണ്. നീ ഒരു ജഡവസ്തുവാണ്. ആര്? കണ്ണ്. കാണുന്നതെല്ലാം നീ മേടിച്ചോണ്ടിഞ്ഞ് വരും. കാണുന്നതാണോ കാണാത്തതാണോ എന്നൊന്നും നിനക്കറിയണ്ട. അത് എന്നെ എന്റെ ചിത്തത്തില് ഭ്രമമുണ്ടാക്കുന്നത് കൊണ്ട് നീ കൊണ്ടുതരുന്ന കാഴ്ചകൾ. കഴിഞ്ഞ ദിവസം തമ്പി സാർ നമുക്കൊരു ക്ലാസ് എടുത്തു. എന്താണ്? ഒരു ക്യാൻവാസില് ഒരു തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ ആ പ്രൊജക്ട് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ, ആ സ്ക്രീനില് ഒരു വെള്ള സ്ക്രീൻ മാത്രമേ ഉള്ളൂ സിനിമാശാലയിലേക്ക് ചെല്ലുമ്പോൾ. പക്ഷെ ആ പ്രൊജക്ടർ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, അത് ഓരോ ചിത്രങ്ങൾ സിനിമയിൽ നമ്മൾ കാണുന്നു. പക്ഷെ ആ പ്രൊജക്ടർ നിർത്തി കഴിയുമ്പോൾ ആ സ്ക്രീനില് സിനിമയില്ല. ആ സ്ക്രീൻ നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇതുപോലെയാണ് നമ്മുടെ മനസ്സില് പല കാര്യങ്ങളും. മനസ്സിങ്ങനെ നല്ല സ്ക്രീനായിട്ട് നിൽക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ നമ്മളെ കാണിച്ച് ചിത്തം ഭ്രമിപ്പിക്കും. എത്രയോ പേര് ആ ഭ്രമത്തിൽ വീണു പോകുന്നു. നമ്മൾ കാണുന്ന കാഴ്ചകള് ഒരു ഫീലിങ്സ് മാത്രമായിട്ട് മാറ്റിവിട്ടാൽ അത് പ്രശ്നമില്ല. അത് ഉൾക്കൊള്ളുക. അതൊരു ഫീലിങ്സ് മാറ്റി ഒരു ഇമോഷൻ, വികാരമായിട്ട് മാറുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ പേപ്പറിൽ നമ്മൾ എന്തൊക്കെ വാർത്തകൾ കാണുന്നു. ഇവർക്കൊക്കെ എന്താണ് പറ്റിയത്? അവരുടെ കണ്ണ് കാണുന്ന പോലെയല്ല കാണുന്നത്. ആ പ്രൊജക്ടറിൽ കാണുന്നത് ഒരിക്കലും ആ സ്ക്രീൻ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്നത് കാണാത്തതുമായിട്ടുള്ള ഒത്തിരി കാഴ്ചകൾ വന്നു പോകുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ചിത്തത്തിൽ ഉൾക്കൊള്ളരുത്. അതാണ് നമ്മളെ പല തെറ്റിലേക്കും ഇരിക്കുന്നത്. കാണുന്ന നല്ല കാഴ്ചകൾ കാണണം, ഭഗവാന്റെ രൂപം കാണണം. നിനക്ക് രൂപമില്ല, കാണുന്ന കണ്ണിന്. പക്ഷെ ഈ കണ്ണിന് ദണ്ഡമില്ല, നിനക്ക് നിറവും തരവും ഒന്നുമില്ല, നീ ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഋഷിമാര് നമുക്ക് ഒരു രൂപം തന്നിട്ടുണ്ട്. ഭഗവാന് രൂപമില്ല, പക്ഷെ ഋഷിമാർക്ക് നമ്മളൊരു രൂപം തന്നാൽ നമുക്ക് ആ രൂപത്തെ നോക്കി പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പൊ ആ രൂപം അതിനുവേണ്ടി തന്നാണ്. അതിനുവേണ്ടി നീ ആ കണ്ണ് ഉപയോഗിക്കുക. നല്ല കാഴ്ചകൾ കാണുക. നല്ല ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ ബുദ്ധി തെളിയും. കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു ഫോൺ കിട്ടിയാൽ മതി, അവർ ആ ചലിക്കുന്ന ചിത്രം നോക്കിക്കൊണ്ടേ ഇരുന്ന് അവരുടെ ബുദ്ധിക്ക് ഭ്രമം ഉണ്ടാക്കുന്നു. അതേസമയം ഒരു ചിത്രം വരയ്ക്കുക. ആ വരയ്ക്കുന്ന ചിത്രം അത് ചലിക്കത്തില്ല. ചലിക്കാത്ത ചിത്രം കാണിക്കുമ്പോൾ ആ കുട്ടിയുടെ ദൃഷ്ടി നല്ല രീതിയിൽ വരുന്നു. അല്ലെങ്കിലോ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ബുദ്ധിഭ്രമം ഉണ്ടാവുകയാണ്. അവർ കണ്ടു വളർന്നത് ചലിക്കുന്ന ഒരു കാഴ്ച കണ്ടു, അടുത്ത കാഴ്ച. നമുക്കൊക്കെ അങ്ങനെ വരാത്തതിന് കാരണം നമ്മുടെ ബാല്യത്തിൽ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഫോണൊക്കെ ആണ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം, നല്ല കാഴ്ചകൾ കാണുക. അടുത്തത്, തൊക്കിഞ്ഞു ദുഃഖമൊരു നേരവുമില്ലതോർക്കിൽ, ദുഃഖം നമുക്കു തുടരുന്നു ദുരന്തമയ്യോ, വെക്കന്തണുപ്പു വെയിലോട് വിളങ്ങിടും നിൻ, പോക്കൽ പൊലിഞ്ഞിടുവതിഞ്ഞരുളിയിടു ശംഭോ. അപ്പൊ നമ്മള് ചെവി കണ്ടു, കണ്ണ് കണ്ടു, ഇനി അടുത്ത ത്വക്ക്. ത്വക്കിനും സ്പർശന രസം അല്ലെ, സ്പർശം. നീ ഓരോന്ന് സ്പർശം ഏൽക്കുന്നുണ്ട്, പക്ഷെ നിനക്കത് നീ ഒരു ജഡവസ്തുവാണ്. ഇതിന്റെ എല്ലാം സുഖം അനുഭവിക്കുന്നത് ഞാനാണ്.
നല്ല സ്പർശമാകാം, ചീത്ത സ്പർശമാകാം. കുട്ടികളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലെ. ഇപ്പോഴത്തെ കൊച്ചു കുട്ടികളോടൊക്കെ നമ്മൾ പറയും നല്ല ടച്ച് ചെയ്ത് ചീത്ത ടച്ച് ചെയ്ത് ടീച്ചർമാരും പറഞ്ഞു കൊടുക്കും. സ്നേഹത്തോടെ ഒരച്ഛൻ കൊച്ചു കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്ന പോലെയല്ല പ്രായമാകുമ്പോൾ കൊടുക്കുന്ന ഉമ്മ. അങ്ങനെ ഓരോ രീതിയിലും ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ വേണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ അവയവങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. ഈ ആനയെ പിടിക്കുന്നത് എങ്ങനെയാ? പിടിയാനയുടെ ആ സ്പർശ മണം കൊടുത്തിട്ടാണ് അതിനെ കുണ്ടിൽ ചാടിക്കുന്നത്. അതുപോലെ നമ്മളെ ഇതുപോലെ തന്നെ ഓരോ വല വെച്ചിട്ട് ഇരകളായിട്ട് വീതിക്കുന്നില്ലേ. നമ്മുടെ ഓരോ ഇന്ന പ്രായമെന്ന് പറയാൻ പോലും സാധിക്കില്ല. ഓരോ രസങ്ങളും കയറി കഴിയുമ്പോൾ മനുഷ്യനെല്ലാം അധപ്പതിക്കുകയാണ്. എന്ത് സ്പർശമാണ്! ഈ രസത്തിന്റെ പുറകെ പോകുന്നതൊക്കെ നമ്മൾ എന്തുമാത്രം വാർത്തകൾ കാണുന്നു. അല്പസുഖമാണ് ഒരു ശരീരസുഖത്തിൽ നിന്ന് കിട്ടുന്ന. ആ ശരീരസുഖം കഴിയുമ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടി? അത് നമ്മൾ പിന്നീട് ചിന്തിക്കും. അപ്പൊ ഉള്ളിലൊരു ബോധമുള്ള ഒരാൾക്ക് ഇത് തെറ്റാണ്, ആ വഴിയെ പോകണ്ട, അത് ശരിയല്ല, അങ്ങനെ ചെയ്യരുത്. ഈ അരുത് എന്ന് പറയാൻ ഉള്ളിലൊരാള് ആ പ്രാണൻ ശക്തമായി ഇരിക്കണം. അപ്പം ഈ വെയില്, തണുപ്പ്, വേദന ഇതെല്ലാം ആർക്കാണുള്ളത്? ഈ ത്വക്കിനാണ്. പക്ഷേ ത്വക്കെ നിനക്ക് കുഴപ്പമില്ല, പക്ഷെ അതെല്ലാം എനിക്ക് വേദനയുള്ള രാവിലെ എഴുന്നേറ്റ് വേദനയാന്ന് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമല്ലേ? നമ്മൾ പങ്കുവയ്ക്കുന്നത് എന്താണ്? നമ്മൾ ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ എന്താ പിന്നെ പങ്കുവയ്ക്കുന്നത്? എനിക്ക് അവിടെ വേദനയാ, ഇവിടെ വേദനയാ. ഈ വേദനയല്ലേ നമ്മൾ പങ്കുവയ്ക്കുന്നത്? വേദം ഇല്ലാത്ത അവസ്ഥയാണ് വേദന. വേദത്തെ അറിയാത്തവർക്കാണ് വേദന. അപ്പൊ വേദന നീ മാറ്റി വെക്കുക. വേദന എനിക്കില്ല, ഒക്കെ നീ കൊണ്ട് തന്നിട്ടാണ് എനിക്ക്. പക്ഷെ വേദനയില്ല, എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന് തീരുമാനിച്ചാൽ നമുക്ക് വേദനയില്ല, രോഗങ്ങൾ നമ്മളെ ഏൽക്കില്ല. അതതിന്റെ വഴിക്ക് നടന്നോട്ടെ. നാം ശരീരമല്ല, അറിവാകുന്നു. ഇതൊന്നും എന്നെ ഏൽക്കില്ല. നീ പലതും കാട്ടി എന്നെ ഭ്രമിപ്പിക്കാൻ നോക്കും. കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ എന്നെ നീ ഭ്രമിപ്പിക്കാൻ നോക്കും. ഇതൊന്നും കണ്ട് ഞാൻ വീഴില്ല. എൻ്റെ ഉള്ളിൽ എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ പ്രജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്ദ്രിയത്തിന് എന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. ഇനി ബാക്കി ഇന്ദ്രിയങ്ങളുണ്ട്. ആരാണ് അടുത്തതും ഭഗവാന്റെ ശരീരത്തെ വർണ്ണിക്കുകയാണ്. തണ്ണീരും അന്നവും അറിഞ്ഞു തരുന്ന നിന്മേ വെണ്ണീറണിഞ്ഞു വിലസുന്നതിനെന്തു ബന്ധം മണ്ണിന്നു തൊട്ടുമതി അന്തമിരുന്നു മിന്നും കണ്ണിന്നു കഷ്ടമിതു നിന്റെ വിഭൂതി ശംഭോ. ഭഗവാനെ, തണ്ണീരും അന്നവും ഒക്കെ തരുന്ന നീ എന്തുകൊണ്ടാണ് ഈ വിഭൂതി ധരിച്ചുകൊണ്ട് നടക്കുന്നത്? നീ ഭസ്മവും പൂശിയാ നടക്കുന്നത്. നിനക്ക് നല്ല നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നടക്കാൻ പറ്റില്ല അല്ലേ? ഇതൊക്കെ തരുന്നത് നീയാണ്. പക്ഷെ നീ ധരിച്ചുകൊണ്ട് നടക്കുന്നത് വെറും ഭസ്മം പൂശിയാണ്. അപ്പം എന്താണ് ഇതിന് കാരണം? അതും ജഡമായിട്ടിരിക്കുന്ന നമ്മളെ ജഡത്തിൽ നിന്ന് നമ്മൾ ബോധത്തിലേക്ക് ഉയരണം, ബോധമണ്ഡലത്തിലേക്ക് ഉയരണം. ഈ ഭസ്മമാണ് ഈ ഇത്രയേ ഉള്ളൂ അല്ല. നമ്മളെല്ലാം ലാസ്റ്റ് എവിടെയായിട്ടാ പോകുന്ന? ഒരു ഹോമ കുണ്ടത്തിലേക്ക് പോയി കഴിയുമ്പോൾ വെറും ഭസ്മമായിട്ട് ഒരു കുടത്തിനകത്ത് തീരാനുള്ളതാണ്. ആ ഭസ്മമാണ് ഇങ്ങനെ തൊടുമ്പോൾ നീ വെറും വിഭൂതിയാണ്, നീ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കി വേണം ജീവിക്കാനാ. നമ്മുടെ വിചാരം ഇതുപോലെ നമ്മൾ എന്നും ഇങ്ങനെ അങ്ങ് ജീവിക്കും. നമ്മുടെ ശരീരത്തിന് ക്ഷയം സംഭവിക്കും. അപ്പോൾ നമ്മുടെ ആത്മാവിനും ഒരിക്കലും നാശമില്ല. നാം ബൈബിളിൽ പറഞ്ഞത് മണ്ണാണ്. നാം എന്താ പറയുന്നത്? നീ മനുഷ്യ, നീ മണ്ണാകുന്നു അല്ലെ? മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. പക്ഷെ ശരീരമാണ് അവിടെ മണ്ണാകുന്നത്. മണ്ണാകാത്ത ഒരാളുണ്ട് അതിനകത്ത്, ആത്മാവിന് നാശമില്ല. അപ്പം ആ ശരീരത്തിന്റെ നമ്മുടെ ആ ബോധത്തെ സൂചിപ്പിക്കാനാണ് ആ ഭസ്മം നമ്മൾ തൊടുന്നത്. തണ്ണീര് ആര് തൊടുന്നത്? ശിവഭഗവാൻ തൊടുന്നത്.
തണ്ണീരും അന്നവും അറിഞ്ഞു തരുന്ന നിന്മേൽ വെണ്ണീറണിഞ്ഞു വിലസുന്നതിനെന്തു ബന്ധം മണ്ണിന് തൊട്ട് മതി അന്തമിരുന്നു മിന്നും കണ്ണിനു കഷ്ടമിതു നിന്റെ വിഭൂതി ശംഭു. നമ്മുടെ ശരീരവും പഞ്ചഭൂത നിർമ്മിതമാണല്ലോ അല്ലെ? മണ്ണും ജലവും കനലും അമ്പലവും കാറ്റും എല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ ശരീരം. ലാസ്റ്റ് വരുമ്പോ വെറും മണ്ണാണ്. ഈ ശരീരം കൊണ്ട് കുറച്ചേരം ജഡമായി കഴിഞ്ഞ് കുറച്ചേരം അവിടെ ഇട്ടാൽ എന്തായി? അത് മണ്ണായി തീർന്നു. അത് ഓർത്തൊക്കെ നടന്നാൽ കൊള്ളാം എന്നാണ് ഗുരു നമ്മളോട് പറയുന്നത്. അപ്പം ഒന്നും കണ്ട് നമ്മൾ അഹങ്കരിക്കണ്ട. നമ്മൾ സ്നേഹത്തോടെ ജീവിക്കുക. നമ്മുടെ മനസ്സിനാണ് ശുദ്ധി വരേണ്ടത്. മനസ്സില് 10 മാലിന്യങ്ങളുണ്ട്. ആ 10 മാലിന്യങ്ങൾ നമ്മൾ മാറ്റിക്കളഞ്ഞാൽ നമ്മളെല്ലാവരും ശുദ്ധരാണ്. ആ 10 മാലിന്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമോ? നാണക്കേട്, ഭയം, നിരാശ, പിന്നെ അപകർഷതാബോധം, കോപം, അഹങ്കാരം, അസൂയ, അസഹിഷ്ണുത, പശ്ചാത്താപം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. 10 മാലിന്യങ്ങൾ. ഈ മാലിന്യങ്ങള് ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നമ്മുടെ വയറ്. നമ്മുടെ വയറിനകത്താ ഈ മാലിന്യങ്ങളെ ഇരിക്കുന്നത്. ആ മാലിന്യങ്ങൾ നമ്മളിങ്ങനെ ശ്വാസമൊക്കെ വലിച്ച് എടുത്ത് പുറത്ത് കളഞ്ഞ് ശരീരമൊക്കെ ശുദ്ധമാക്കണം. വെള്ളം ഒഴിച്ച് കഴുകുന്ന പോലെ തന്നെ നമ്മുടെ ശ്വാസത്തിനെയൊക്കെ ശ്രദ്ധിച്ച് ശ്വാസം ദീർഘമായിട്ട് ശരീരത്തോട്ടെടുത്ത് പുറത്തേക്ക് കളഞ്ഞ് ഓരോ ദിവസവും ധ്യാനം ചെയ്യണം. നമ്മുടെ ബോധാനന്ദ സ്വാമി പറഞ്ഞ പോലെ നമ്മൾ ധ്യാനത്തിൽ ലയിക്കണം. ആ ധ്യാനത്തിൽ ലയിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് മാറും. എല്ലാ വഴികളും ഗുരുവും ഗുരുവിന്റെ ശിഷ്യന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം അനുസരിച്ചാൽ നമ്മുടെ മാലിന്യം എല്ലാം പോയി. നമുക്ക് നാണക്കേട് തോന്നുക. ഒന്നിനും നമ്മൾ നാണക്കേടിന്റെ ആവശ്യമില്ല. മറ്റുള്ളവര് അങ്ങനെ നടന്നാൽ അതൊരു നാണക്കേടാണ് അല്ലെ? നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന എന്തും നമുക്ക് ചെയ്യാം. പക്ഷെ അത് മറ്റുള്ളവർക്ക് ദോഷമുള്ള രീതിയിലും പറയാത്ത രീതിയിലൊന്നും നടക്കാൻ പാടില്ല. നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് ജീവിക്കാം. നമ്മൾ ആത്മാനന്ദമാണെന്ന് വരേണ്ടത്. ആത്മാവിൽ സന്തോഷമുള്ളവരായിരിക്കണം. ആ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യണം? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ചിലർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് നാടകം, സംഗീതം, ഓരോ കാര്യം. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഭഗവാന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. അങ്ങനെ അവനവന് ഇഷ്ടമുള്ളത് എന്താണോ മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് പറയാം, നമുക്ക് ചെയ്യാം. അങ്ങനെ ഒന്നിനും നാണക്കേണ്ട കാര്യമില്ല. അതുപോലെ അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും അല്ലെ? മറ്റുള്ളവർക്ക് എന്നെ പറ്റി എന്താ തോന്നുന്നത്, അവരെന്നെ പറ്റി അങ്ങനെ ചിന്തിക്കും, ഇങ്ങനെ ചിന്തിക്കും. ഇതൊന്നും ചിന്തിച്ച് സമയം കളയണ്ട. നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കണം. ജയിച്ചതിന്റെ മുതൽ അങ്ങനെ പ്രസരിച്ചിരിക്കണം. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ സന്തോഷം തേടി വരും. സന്തോഷം നമ്മൾ ചിന്തിക്കുമ്പോൾ സന്തോഷം നമ്മളെ തേടി വരും. ദുഃഖം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ദുഃഖം നമ്മളെ തേടി വരും. അപ്പൊ നമുക്ക് ഏതാ വേണ്ടത്? സന്തോഷമാണോ ദുഃഖമാണോ? പറയുന്നില്ല, സദസ്സിനായൊന്നും വിടത്തില്ല. ഏതാ വേണ്ടത്? അപ്പൊ ആത്മാവിന് സന്തോഷം ഭാഗ്യവാന്മാർ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ അപകർഷതാബോധം മാറ്റി. പിന്നെ നിരാശയുടെ ഒന്നും ആവശ്യമില്ല. ഈ ദിവസവും പോവും, അടുത്ത ദിവസം ഈ സമയം പോവും, അടുത്ത സമയം ഇനി വരും. അപ്പൊ ഇന്ന് നിരാശയാണ്, നാളെ പ്രത്യാശയ്ക്കുള്ളത് ഗുരു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിരാശപ്പെടണ്ട. പിന്നെന്താ വേണ്ടത്? പശ്ചാത്താപം. എന്തെങ്കിലും ആരോടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റബോധവും പശ്ചാത്താപം കൊണ്ട് നീറും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം ചിന്തിക്കുക, തെറ്റാണെന്ന് മനസ്സിലായി അത് വിടുക. മനസ്സിൽ കൊണ്ട് നടക്കരുത്. മനസ്സിലെ ഒരു ഭാരമാണ്, അതൊക്കെ മാലിന്യമാണ്. ആ മാലിന്യമൊക്കെ ഇരിക്കും ഭാരം ചുമന്ന് പിന്നെ ഗുരുവിനെ വിളിക്കുമ്പോൾ ഇതൊന്നും ഇയാൾ കിട്ടത്തില്ല. ഈ മലിനമായ വസ്തു ഇരിക്കുന്നതുകൊണ്ട് നല്ലതൊന്നും ഇയാൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. പിന്നെ എന്താണ്? കോപം. ഈ കോപം എന്ന് പറഞ്ഞ സാധനം എന്താ? കോപം കൊണ്ട് ശവിക്കരുതാരും ഭഗവത്മയം എന്ന ഓർക്ക സമസ്തം സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമൂഹ നാരായണ ജയ. അപ്പൊ കോപം എന്ന് പറയുന്നത് ഒരു ആസിഡ് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവന് തുല്യമാണ്. അതിങ്ങനെ തന്നെയും ഉരുകും, മറ്റുള്ളവരെ അല്ലെ? ആസിഡിന്റെ ഗുണം തന്നെ മറ്റുള്ളവർക്ക് ഒരു കോപിക്കുന്നതുകൊണ്ട് കേൾക്കുന്നവർക്ക് കുഴപ്പമില്ല.
ഈ കോപിക്കുന്നവന്റെ മനസ്സെന്നും ഇങ്ങനെ 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 ആസിഡ് പോലെ എങ്ങനെയാ മനസ്സ് നീറെ തീരും, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് വേണോ? കോപം വേണ്ട. പിന്നെ വേണ്ട, പിന്നെ നമുക്ക് പ്രതികാരം. അവരോട് എനിക്ക് പ്രതികാരം, അന്ന് എന്നോട് അങ്ങനെ ചെയ്തു, അതിന്റെ തിരിച്ച് ഞാൻ ചെയ്യും. ഇതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചോണ്ടിരുന്നാല് ഭഗവാന്റെ ആ അരുളൻ പരിഗോമ്പയൊന്നും മനസ്സിൽ കയറി വരത്തില്ല. ഇതൊക്കെയാണ് കൂടുതലായിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ അനുഗ്രഹം നമുക്ക് കിട്ടാതെ വരും. ഈ അനുഗ്രഹം പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളവരുടെ പരാതി തീർക്കുന്നതാണ് ഈ 10 മാലിന്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ആ 10 മാലിന്യങ്ങൾ കളഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് കിട്ടും. മറ്റുള്ളവർക്ക് തോന്നുന്നവർക്ക് അവർക്കൊന്നും ഇല്ലെന്ന്, പക്ഷെ അവരുടെ ഉള്ളിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ആയിരിക്കും. പിന്നെ എന്താണ്? അസൂയ. അസൂയ ഭയങ്കര ഒരു ദോഷമുള്ള കാര്യം അല്ലേ? അസൂയ. എനിക്കില്ലാത്തൊരു ഗുണം മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അവരോട് എനിക്ക് അസൂയ. അസൂയൊന്നും അസൂയക്കും കഷണ്ടിക്കും വരുന്നില്ലെന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അസൂയ നമുക്ക് മാറ്റാം. ഗുരു പറഞ്ഞ ആ നിമിഷം തൊട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ എന്താണ്? അഹങ്കാരം. ഞാനെന്ന ഭാവം. ഞാനാണ് വലിയവൻ അല്ലെ? ഞാൻ ഉണ്ടാക്കിയില്ലേ ഇവിടെ എല്ലാവരും എന്നാ കഴിക്കും, ഞാൻ അധ്വാനിച്ചില്ലേ ഇവിടെ ഈ വീട് എങ്ങനെ പുലരും. അങ്ങനെയുള്ള കർത്തൃത്വവും ഭോക്തൃത്വവും ഒക്കെ കളഞ്ഞിട്ട് നല്ല സിമ്പിളായിട്ട് സ്നേഹത്തോടെ കഴിയാൻ സാധിക്കണം. പിന്നെ എന്താണ്? പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ അസഹിഷ്ണുത. സഹിക്കാൻ പറ്റത്തില്ല അല്ലേ? ഒന്നും സഹിക്കത്തില്ലാത്തൊരു സഹിഷ്ണുത വേണം, അസഹിഷ്ണുത വേണ്ട. പിന്നെ ഇങ്ങനെയുള്ള 10 ഞാൻ കടന്നു തോന്നുന്നു. ആ 10 മാലിന്യങ്ങളും കളഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. പിന്നെ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ, ഇപ്പൊ ഇവിടെ വന്നിരുന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിജ്ഞാനമായ കോശമുള്ളവർ മാത്രമേ ഇവിടെ വന്നിരുന്ന് കേൾക്കത്തുള്ളൂ. അറിവിനെ അറിയണമെങ്കിൽ അറിവ് ഉള്ളിലുള്ളവർക്ക് തന്നെയാണ് ബാക്കി കേൾക്കണമെന്നുള്ളത് അല്ലെ? അല്ലാത്തവരിരുന്ന് കേൾക്കത്തില്ല. അവരെത്ര വിളിച്ചാലും അവർ വരത്തില്ല. അവർക്ക് സ്പിരിച്വാലിറ്റി ഇല്ല. ആത്മീയമായ ഗുണമുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു തേൻ കുടിക്കാൻ മണ്ട് പോയി ഇരിക്കുന്ന പോലെ ആസ്വദിക്കണം ഗുരുവിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ അറിയാനും അറിയിക്കാനും കേൾക്കാനും ഒക്കെ നമ്മുടെ കോട്ടയം യൂണിയൻ ഇങ്ങനെയൊക്കെ ഒരു പഠനകേന്ദ്രം നടത്തിയോണ്ടല്ലേ ഇപ്പൊ ഞെളിഞ്ഞൊന്നും ഇങ്ങനെയൊക്കെ പറയുന്നു. സത്യമല്ല, ദൈവത്തിന് ഗുരുവിനെ നന്ദി പറയാം. അല്ലെ? നമ്മളൊന്നും ഒരു കാര്യം ഗുരുവിനെ അറിയാനും പോകുന്നില്ല, അറിയപ്പെടാനും പോകുന്നില്ല, അറിയിക്കത്തുമില്ല. ഇതിനൊക്കെ കാരണഭൂതൻ ഇന്ന് അകമ്പട ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കാൻ വിളിച്ചാൽ പോലും വരത്തില്ല. അത് ആധ്യാത്മികമായ ബന്ധം, ഈ ഭഗവാനുമായിട്ടുള്ള ബന്ധം ഇല്ല. പുനരവി ജനനം, പുനരവി മരണം, ഇത് തന്നെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഈ പുനർജന്മം വേണ്ട എന്നുള്ളവരൊക്കെയാണ് ഗുരുവിനെ അറിയുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നാവിഞ്ഞെഴുന്ന നരകക്കടലിൽ കിടന്നു ജീവൻ തളർന്നു ശിവമേ കര ചേർത്തിടേണം. ഗോവിന്ദനും നയന പങ്കജ വിട്ടുകൂപ്പി മേവുന്നു നിൻ മഹിമയാരറിയുന്നു ശംഭോ. ശ്രീകുമാരൻ പറഞ്ഞു നാവിന്റെ കാര്യം. ഇപ്പോഴാണ് നാവിനിലേക്ക് വന്നത്. നാവിന് എപ്പോഴും രുചിയുടെ പുറകെ പോകും അല്ലെ? നാവ് രുചിയുള്ള ആഹാരം കാണുമ്പോൾ ഒരു വെള്ളമൊക്കെ വരും അല്ലെ? പുളി കാണുമ്പോൾ വെള്ളം വരുമല്ലേ? അപ്പൊ അവിടെ ഒരു വെള്ളം വരുന്നത് കടല്. ആ വെള്ളം വരുന്ന കടല് അല്ലെ? കടലിലാണ് കപ്പൽ ഓടുന്നത്. അപ്പൊ ആ കടല് ഇവിടെ പറയുന്ന നരകക്കടലായിട്ടാണ് ഗുരുദേവൻ പറഞ്ഞ. അതൊരു നരകക്കടലാക്കരുത്. നാവിനെഴുന്ന നരകക്കടലിൽ കിടന്നു ജീവൻ തളർന്നു ശിവമേ കര ചേർത്തിടേണം. ഗോവിന്ദനും നയന പങ്കജ വിട്ടുകൂപ്പി മേവുന്നു നിൻ മഹിമയാരറിയുന്നു ശംഭോ. ഗോവിന്ദൻ വരെ നീയാണ് വലുതെന്നും പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ഞാൻ നിന്നെ പ്രാർത്ഥിക്കുന്നില്ല. ഞാനിവിടെ നാവ് തരുന്ന രുചിയുടെ പുറകെ പോയി ആ നരകക്കടലിൽ കിടന്ന് ജീവൻ കളയുകയാണ്. എനിക്ക് നിന്നെ അറിയാൻ പറ്റുന്നില്ല. കുറെയൊക്കെ ഞാൻ രുചിയുടെ പുറകെ പോവുകയാണ്. അപ്പം കുറച്ചൊക്കെ നമ്മള് ഭൗതികവും ആത്മീയവുമായ 2 വശങ്ങളുണ്ടല്ലോ അല്ലെ? ഒരു ഗൃഹസ്ഥാശ്രമിയാകുമ്പം സന്യാസ ജീവിതം പാടില്ല. അപ്പൊ അവർക്ക് എപ്പോഴാണോ ഇതൊക്കെ ഒന്ന് നിർത്തണം, ഇതെങ്ങനെയൊന്നും അല്ല ജീവിക്കേണ്ടത് എന്ന് തോന്നുന്ന ആ നിമിഷം അവരുടെ ജീവിതത്തിലും സസ്യഭൂക്കായിട്ടും ഒക്കെ ജീവിക്കാൻ സാധിക്കും. അപ്പൊ അതിനുമൊക്കെ ഗുരുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല നല്ല ആഹാരങ്ങൾ, നല്ല ആഹാരമാണ് നമ്മുടെ ബുദ്ധിയെ നല്ല രീതിയിൽ തെളിയിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ ആഹാരം ഉണ്ടാക്കുന്നവരിലുണ്ട്. നല്ല മനസ്സോടെ ആഹാരം ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കുന്നവർക്കും
അതൊരു ബ്രഹ്മവിത്തായിട്ട് മാറും. എന്തോ ദേഷ്യപ്പെട്ടു, അരിശപ്പെട്ടു, ഇതെന്നെ കൊണ്ടേ എനിക്കിത് പറ്റത്തില്ല, ഞാൻ മാത്രം ചെയ്താലേ ഇവിടെ നടക്കുകയുള്ളൂ എന്നൊക്കെ വഴക്ക് പിടിച്ചും കരഞ്ഞും ഒക്കെ ഒരു ആഹാരം ഉണ്ടാക്കിയാൽ ആ ആഹാരം കഴിക്കുന്നവർക്കും അതുപോലെ കരച്ചിലായിരിക്കും. അപ്പൊ നമ്മൾ എത്ര ഉണർവോടെയാണോ, ഈശ്വര പ്രാർത്ഥനയോടെയാണോ, ഒരു വീട്ടമ്മയാകുമ്പോൾ കൂടുതൽ സമയം വിളക്കിന്റെ മുന്നിൽ ഇരിക്കാൻ പറ്റില്ല, നമുക്ക് പറ്റും. നമ്മുടെ അടുക്കളയിൽ കയറി ആ അഗ്നി ആദ്യം കൊളുത്തുമ്പോഴേ ഹോമമന്ത്രം ഓം അഗ്നി ബ്രഹ്മ അധസ്ഥം പ്രത്യക്ഷം ബ്രഹ്മാസി തുതീയ ഇന്ദ്രിയാണി മനോ ബുദ്ധി സപ്ത ജിഹ്വഃ ത്വയി വിഷയായി സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി തമ്യഃ പ്രസീദ പ്രസീദ പ്രേച്ച 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 സ്വാഹ. എന്ത് നല്ല ആശ്വാസം കിട്ടി. നമ്മൾ നേരം വിളക്കിന്റെ മുന്നിൽ പോയി ഹോമമന്ത്രം ചൊല്ലേണ്ട കാര്യമുണ്ടോ? വേണ്ട. നമ്മുടെ അടുക്കളയില് നമ്മൾ അഗ്നി കൊടുത്തുമ്പോൾ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് എന്നും കത്തിക്കുക. അപ്പൊ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളെല്ലാം നമുക്ക് അഹങ്കാരം ഇല്ലാതാക്കി ആ ഹോമകുണ്ടത്തിലിട്ടു. ഇത് ഈ അടുക്കളയിൽ നിന്ന് ആഹാരം പാചകം ചെയ്യാത്ത ദൈവമേ കാത്തു കൊള്ളുകയെന്ന് പറഞ്ഞു ചൊല്ലിക്കൊണ്ട് നമ്മുടെ അരി അവിടെ ഇടുക. ഇത് കഴിക്കുന്നവർക്ക് അമൃതായിരിക്കും. ഇങ്ങനെയാണ് ഓരോരുത്തരുടെ സ്വഭാവം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടി നമ്മുടെ സ്വഭാവം ഉണ്ടാകും. അറിയാം, ഹോട്ടലുകാർ നടത്തുന്നത് അവർക്ക് ബിസിനസ് കൂട്ടാനാണ് അല്ലെ. അപ്പൊ ആ ആഹാരം കഴിക്കുന്ന നമുക്ക് നല്ല സ്വഭാവം വരുമോ? ഇല്ല. അതാ വീട്ടിലുണ്ടാക്കുന്ന ഒരു സമ്മന്തി ആയാലും മതി, അതാ വീട്ടമ്മ നല്ല ശുദ്ധ വൃത്തിയോടെ എന്റെ ഭർത്താവും മക്കളും ഒക്കെ കഴിക്കുന്നേ എന്ന് സന്തോഷത്തോടെയാണ് ആഹാരം ഉണ്ടാക്കുന്നത്. അപ്പൊ ആനന്ദത്തോടെ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ആഹാരവും നല്ലതായിരിക്കും. അങ്ങനെ നമുക്ക് നല്ല ആഹാരം കൊടുത്ത് നല്ലൊരു ശരീരം ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത്, നീരും നിരന്ന നിലവും കടലോട് കാറ്റും ചേരും ചിദംബരം അതിങ്കലിരുന്നിടും നീ പാരിൽ കിടന്നലയുമൻ പരിതാപമെല്ലാം ആരിഞ്ഞു നിന്നോടറിയിപ്പതിനുണ്ട് ശംഭോ. നീരെന്ന് പറയുമ്പോ വെള്ളം. നീരും നിരന്ന നിലവും കനലോടും കാറ്റും ചേരും ചിദംബരം അതിങ്കൽ ഇരുന്നിടും നീ പാരിൽ കിടന്നലയുമൻ പരിതാപമെല്ലാം ആരിഞ്ഞു നിന്നോടറിയിപ്പതിനുണ്ട് ശംഭോ. അപ്പം ആദ്യം മണ്ണ്, അതിന്റെ മേളിൽ ജലം, അതിന്റെ മേളിൽ അഗ്നി, അതിന്റെ മേളിൽ കാറ്റ്, അതിന്റെ മേളിൽ ആകാശം, അതിന്റെ മേളിലാണ് ചിദംബരാകാശം. അവിടെയാണ് നീ ഇരിക്കുന്നത്. ഞാൻ എവിടെയാണ്? ഞാൻ ഇവിടെ ഭൂമിയിൽ. ഞാനും നീയും കൂടെ ഇത്ര അകലെയുണ്ട്. ഞാനിവിടെ കിടന്ന് വിഷമിക്കുന്നവരെ ആരാ നിന്നോട് അവിടെ വന്ന് പറയുന്നത്? പാരിൽ കിടന്ന് അലയുമൻ പരിതാപമെല്ലാം ആരിഞ്ഞ് നിന്നോട് അറിയിപ്പതിനുണ്ട് ശംഭു. ഈ ചിദംബരത്തിരിക്കുന്ന ശിവനെയാണ് അരിപ്പുറത്ത് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം ചിരാകാശ അതാ അത്രയ്ക്കും എന്താ പറയുന്നത്, ഭയങ്കര വിശാലമാണ് ആകാശം. അതുപോലത്തെ മനസ്സായിരിക്കണം നമ്മുടെ, വിശാലമായ മനസ്സായിരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കേട്ട് സങ്കടപ്പെട്ട് വിഷമിച്ചും ഒന്നും നടക്കരുത്. അടുത്തേക്ക് പോയിക്കോണം. നമുക്ക് ഇതില് കെട്ടിക്കിടക്കാനുള്ളവരല്ല നമ്മളൊന്നും. നമ്മള് ഈ അറിവിലേക്ക് ഉയരണം. ഇത് ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിൽ മതി, ഇനി ഇതുകൊണ്ട് എന്റെ ജീവിതമൊക്കെ തീർന്നു, ഞാനൊരു വീട്ടമ്മയാണ്, ഇത്രയൊക്കെ മതി, അങ്ങനെ ഒരാളും വിചാരിക്കരുത്. നമുക്ക് എന്ന് വരെ പഠിക്കാമോ അന്ന് വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ പഠിത്തം എന്ന് നിൽക്കുന്നോ അന്നാണ് നമ്മൾ വയസ്സാകുന്നത്. അപ്പൊ നമുക്ക് ആ അറിവ് നേടുന്നതനുസരിച്ച് പുതിയ പുതിയ മുകളങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അറിവ് നേടുന്ന ഒരാൾക്ക് എപ്പോഴും ഇങ്ങനെ പ്രകാശത്തിലേക്ക് നോക്കിയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇരുള് മൂടി ഇനി ഒന്നുമില്ല, ഇനി എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, അങ്ങനെ നമ്മൾ ചുരുങ്ങേണ്ടവരല്ല. നമ്മൾ നല്ലൊരു ചിതാകാശത്തിലേക്ക് പറന്നുയരേണ്ടവരാണ്. സാധാരണ ഒരു കാക്കയായിട്ടല്ല നമ്മളൊക്കെ ജീവിക്കണം. നല്ല പരുന്താകണം. നല്ല രീതിയിൽ വ്യത്യസ്തരായിട്ട് നമുക്ക് ഉയരാൻ സാധിക്കണം. നമ്മൾ ഗുരുവിനെ അറിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഉയരണോ അതാത് സമയത്തുള്ള ഗുരുക്കന്മാരെ ഗുരു നമ്മളെ മുന്നിൽ കൊണ്ടുതരും. എനിക്കതൊക്കെ നല്ല അനുഭവമാണ്. ഏതാണോ നമുക്ക് ആവശ്യം ആ സമയത്ത് ഒരു ഗുരു നമ്മുടെ മുന്നിൽ വരും. നമ്മുടെ കഴിവുകേടുകളെ പറ്റി പറയരുതെന്ന് പറഞ്ഞാൽ കഴിവുകേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരാനായിട്ട് ഗുരു ആളെ വിടും. അവര് നമുക്ക് പറഞ്ഞു തരും, അല്ലെ? സത്യം. അപ്പൊ അങ്ങനെ നമുക്ക് ഇതുകൊണ്ട് മതി, ഇതെന്റെ ജീവിതം തീർന്നുവെന്നല്ല, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒന്നും ഇനി അറിയണം. തൃപ്തരായിട്ട് എനിക്ക് മതിയായില്ല, ഇനി എനിക്ക് വേണം, ഇനി
ആഹാരമല്ല, വസ്ത്രമല്ല, പാർപ്പിടമല്ല, അങ്ങനെയുള്ളതൊന്നുമല്ല. നമുക്ക് അറിവ് നേടുന്തോറും ഗുരുവിലോട്ട് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ അറിയണം. ഇത്രയും ഓരോ കൃതികളും എടുത്തിട്ട് നന്നായിട്ട് നിങ്ങൾ അർത്ഥറിഞ്ഞ് പഠിക്കുക. സമയം ഉള്ളവർക്ക് അത് ചെയ്യാൻ മേലെ ചെയ്യണം. എന്തൊരു സന്തോഷം! ഗുരുവിന്റെ സമീപത്തിരിക്കുന്നവർക്ക് എന്തൊരു ആനന്ദമാണ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സപ്താഹോ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ആഹാരം കഴിക്കാനായിട്ട് മാത്രം വരുന്നു, ഇതൊന്നും കേൾക്കത്തില്ല. കേൾപ്പിക്കാനായിട്ട് ഓരോ അമ്പലങ്ങളിലും കമ്മിറ്റി അംഗങ്ങളും എല്ലാം വർഷാവർഷം വെക്കും. പക്ഷേ ആ ഹോമം അകത്ത് നടക്കാൻ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അതെങ്ങനെയാണ് പുറത്ത് പ്രകാശമായിട്ട് മാറ്റുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്നും അറിയത്തില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രകാശമുണ്ട്. നമുക്കെല്ലാം ഒരു പ്രകാശം വരുത്തുന്ന ഒരാളായിട്ട് മാറാൻ സാധിക്കും. ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ തുടങ്ങണം. നമ്മുടെ വീട്ടിൽ നമ്മളൊരു പ്രകാശം കൊണ്ടുവരാൻ സാധിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ കുടുംബത്തിലും അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിലും നമ്മുടെ സംഘടനയിലും നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ മൂലം ഒരു പ്രകാശം നടത്താൻ സാധിക്കും. അവനവൻ വിചാരിക്കണം, എനിക്ക് തെളിയണം, ഞാൻ ഇങ്ങനെ പോരാ, എനിക്ക് നല്ലതായിട്ട് ജീവിക്കണം, നല്ല അറിവോടെ ജീവിക്കണം, എന്റെ ഇഷ്ടത്തിന് ജീവിക്കണം. നമുക്ക് സ്വാതന്ത്ര്യം വേണ്ട അല്ലെ? സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം. നമ്മളെ ആരും ഈ കൂട്ടിലിട്ട കിളിയപ്പ കാണുന്ന ആർക്കും ഇഷ്ടമല്ലല്ലോ. പക്ഷെ അത് പറന്ന് പോകരുത്. അതിന്റെ ചരട് ഈശ്വര ഭഗവാനെ നമ്മുടെ കയ്യിൽ ഇവിടെ ഭഗവാനെ കെട്ടിയിട്ടിട്ട് ആ പട്ടം നിർത്താവുള്ളൂ. അല്ലാതെ പക്ഷി പറക്കുന്നത് പറഞ്ഞ് കെട്ടുപൊട്ടിച്ച് പട്ടം പറന്നു പോകരുത്. ആ സമയത്ത് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ ജീവിതം ആനന്ദമാണ്. നമുക്ക് ആനന്ദമാണ് വേണ്ടത്. ആനന്ദത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ എപ്പോഴും ദുഃഖവും സങ്കടവും വേദനയും പറഞ്ഞ് ഓരോ ദിവസവും എണ്ണിയോ ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ എന്ത് പാടുപെട്ടു, ഇതൊന്നും അല്ല. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നമ്മള് കഴിഞ്ഞതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിന്റെ നിർമ്മാതാവും ശില്പിയും നമ്മളാണ്. നമ്മൾ തീരുമാനിക്കണം. വേറെ ആരും അല്ല അത് തീരുമാനിക്കുന്നത്. നമ്മള് വിചാരിച്ചാൽ നമുക്ക് മാറാം. വേറെ ആർക്കും നമ്മളെ മാറ്റാൻ സാധിക്കില്ല. സമയമായോ? ചില പറഞ്ഞോളാം, ഒത്തിരി പറഞ്ഞെന്ന് തോന്നി. അടുത്തതിലേക്ക് പോകുവാന്. നാവിന്നു നിന്റെ തിരുനാമമെടുത്തുരച്ചു മേവുന്നതിനൊന്നരുളിടണേ നീ. ജീവൻ വിടുമ്പോഴതിൽ നിന്നു തെളിഞ്ഞിടും പിൻ നാവിന്നു ഭൂഷണമിതെന്നി നമുക്ക് വേണ്ട. അപ്പൊ നാവ് ജ്ഞാനേന്ദ്രിയം കർമ്മേന്ദ്രിയം ഉണ്ട് അല്ലെ? 10 ഇന്ദ്രിയങ്ങൾ പറയുമ്പോൾ അതിനകത്ത് 2ലും ഉള്ള ഒരാളാണ് നാവ്. നമുക്ക് നാവ് രുചിക്കാനുണ്ട്. വാക്ക് പ്രവൃത്തിയും അല്ലെ? ആ വാക്കിന് വേണ്ടി നമ്മൾ നാവ് ഉപയോഗിക്കുന്നു. അപ്പൊ ആ നാവ് ഭഗവാനെ നിന്റെ തിരുനാമം എടുത്തുരയ്ക്കാനായിട്ടാണ് എനിക്ക് നാക്ക് വേണ്ടത്. അല്ലാതെ വേറെ ഒരു കാര്യവും പറയാൻ എനിക്ക് വേണ്ട. കുറ്റവും കുറവും പറയാനുള്ളതല്ല എൻ്റെ നാവ്. നിന്റെ തിരുനാമം എടുത്തുരയ്ക്കാനുള്ളതാണ് എൻ്റെ നാവ്. അപ്പൊ ഇപ്പൊ അമ്മമാരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ല ലെവലിലെത്തും. പക്ഷെ അത് ചൊല്ലി തീർക്കണം എന്നുള്ള രീതിയിലാകരുത്. പ്രാർത്ഥിക്കുന്നത് നല്ല ഹൃദയത്തെ തൊട്ട് പ്രാർത്ഥിക്കണം. ഈ ഹൃദയബന്ധത്തില് ഭഗവാനോടുമായിട്ട് ഒരു അടുപ്പം ഉണ്ടെങ്കിൽ നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കണ്ണു കാണാൻ മേല, അല്ലെ ചെവി കേൾക്കാൻ മേല, നമുക്ക് ചൊല്ലാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ആ നേരത്തെ പ്രാർത്ഥിച്ചതൊക്കെയാണ് നമുക്ക് അന്ന് ഉപകാരമായിട്ട് മാറുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതിന് അനായാസേന മരണം എന്നാണ് അല്ലെ? അപ്പൊ നമുക്ക് അത് മോക്ഷത്തിലേക്ക് എത്താനുള്ള നമ്മുടെ ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മളെല്ലാം നടന്നു നീങ്ങുന്നത്. അപ്പൊ നമുക്ക് അന്ന് നല്ല ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നേരത്തെ എടുത്ത് റെഡിയാക്കി നല്ല രീതിയിൽ ഭഗവാന്റെ ചെന്നെത്തണമെങ്കിൽ ഇന്നേ നമ്മൾ നാമമൊക്കെ ചൊല്ലി ആ ഭഗവാങ്കല് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. ആ ബന്ധം ഉണ്ടെങ്കിലേ ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആ ഭഗവത് രൂപം വരികയുള്ളൂ. അല്ലെങ്കിൽ എന്തായിരിക്കും? എന്നോട് അവര് ചെയ്തത് ഇവര് ചെയ്തതൊക്കെ ഓർത്തായിരിക്കും അന്നേരം പോകുന്നത്. അപ്പോഴാണ് ആ പോകുന്ന ഓരോ വാതിലിൽ കൂടെ നമ്മൾ മേളിൽ കൂടെ പോണോ താഴെ കൂടെ പോണോ ജീവൻ എന്നൊക്കെ നമ്മൾക്ക് ഇപ്പോഴേ തീരുമാനിക്കാം. അപ്പൊ നമ്മൾ നല്ല ചിന്തകള്, നല്ല പ്രാർത്ഥന, ഈശ്വര നല്ല പ്രാർത്ഥനയോടെ എനിക്ക് ഭഗവത് സ്മരണയോടെ ഈ ഭൂമിയിൽ നിന്ന് പോകണം. ഓരോരുത്തരൊക്കെ മക്കൾക്ക് പേരിടും, നാരായണനും കേശവാന്നും ഒക്കെ ഇട്ട്. പക്ഷെ സമയമാകുമ്പോൾ മക്കളെ വിളിക്കാം, മക്കളുടെ പേരുമാകും, മക്കളെ വിളിച്ചെന്നുമാകും, ഭഗവാന്റെ നാമവും ആകും എന്നൊക്കെ ഓർക്കും. പക്ഷെ സമയമാകുമ്പോൾ ചിലപ്പോൾ മക്കളുടെ പേരൊന്നും അന്നേരം ഓർത്തൊന്നും വരത്തില്ല. അപ്പൊ അതൊക്കെ ഒരു
ഭഗവാനോട് നമ്മളെ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു കർമ്മമായിരിക്കും അന്ന് നമുക്ക് ധർമ്മമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പും ആരോഗ്യമുള്ളപ്പോ എല്ലാം കഴിഞ്ഞു റിട്ടയറായി ഇനിയും പയ്യെ ശ്രീനാരായണ SNDP യോഗത്തിന്റെ സംഘടനയൊക്കെ ചെന്ന് ഒരു ഭാരവാഹിത്വമൊക്കെ വഹിക്കാം. ഇനി അങ്ങോട്ട് എല്ലാവരെയും ഒന്ന് ഭരിക്കാന്നൊക്കെ വിചാരിക്കരുത്. നമ്മൾ ആ നേരത്തെ തന്നെ സമയം കണ്ടെത്തി നമ്മൾ ഇതിനകത്തൊരു ഭാഗമാകണം, അറിവ് നേടണം. ഓരോ സംഘടനയിലുമൊക്കെ ഈ ധർമ്മപഠന കേന്ദ്രത്തിലൊക്കെ പഠിച്ചവരൊക്കെ തന്നെ കമ്മിറ്റി അംഗമായി അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന കോട്ടയം യൂണിയനിൽ അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിൽ അഭിമാനമാണ്. അപ്പൊ എന്ത് നല്ല രീതിയിലാണ് ഓരോ സംഘടനയും ഇവിടെ നടന്നു പോകുന്നത്. അതിനൊക്കെ കാരണം നമ്മൾ നേരത്തെ ഗുരുവിനെ അറിഞ്ഞ് ആ അറിവിൽ കൂടി ഇത് ഭരിക്കുമ്പോൾ നമ്മൾ ആരെയും ഭരിക്കേണ്ടവരല്ല, നമ്മൾ ആരും ഭരിക്കപ്പെടേണ്ടവരുമല്ല. നമ്മൾ ഗുരുവിന്റെ മക്കളാണ്. ഗുരുവിനെ അറിഞ്ഞ് വളർന്നവരാണ്. ആ രീതിയിൽ തന്നെ നമുക്ക് അനായാസേന പോകാം. അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടാതെ തൽക്കാലം എടുത്ത് കിട്ടിയാ കിട്ടി, പോയാ പോയി, ട്രെയിനിൽ പോകുമ്പോൾ അങ്ങനെയല്ലേ എന്നാൽ നേരത്തെ ടിക്കറ്റ് എടുത്തവർക്ക് കുഴപ്പമില്ല, സമയമാകുമ്പോൾ സുഖമായിട്ട് പോകാം. അതിനുള്ളതൊക്കെ നമ്മൾ ഇന്നേ ചെയ്തു വെക്കാം. സമയമാകുമ്പോൾ അല്ല നോക്കേണ്ടത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഗുരു നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്തത് കൈയൊന്നു ചെയ്യും അതുപോലെ നടന്നിടുങ്കാലയോ മലത്തോട് ജലം വെളിയിൽ പതിക്കും പൊയ്യെ ഉണർന്നിടും അതിങ്ങനെ നിന്നു യുദ്ധം ചെയ്യുമ്പോഴെങ്ങനെ ശിവ തിരുമേയ് നിനപ്പോ. മുമ്പേ പറഞ്ഞ വാക്ക്, അത് കഴിഞ്ഞ് കയ്യും കാലും അല്ലെ, പായു പാണി ഉപസ്ഥ എല്ലാം പറയാം. 5 കർമ്മേന്ദ്രിയങ്ങളുടെ കാര്യം: വാക്ക്, പാണി, പാദ, പായു, ഉപസ്ഥ. ഇതിന്റെ ഓരോരുത്തരെ കർമ്മമാണ് പറഞ്ഞത്. കൈ ചെയ്യുന്ന പോലെ കൈയാണെങ്കിൽ കൈ അടങ്ങിയിരിക്കുക, കൈ ചെയ്യുന്ന കാല് ചെയ്യുന്നു. അതുപോലെ പായു എന്ത് ചെയ്യുന്നു, ഉപസ്ഥ എന്ത് ചെയ്യുന്നു, എല്ലാം നമുക്കറിയാം. ശ്രദ്ധേന്ദ്രിയത്തിൽ കൂടെയും എല്ലാം നമുക്ക് ഓരോ അവയവവും അതിന്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഉണർന്നു പേറും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഭഗവാനെ എങ്ങനെയാണ് ഞാൻ നിന്റെ രൂപം അന്നേരം ഓർക്കുന്നത്, ഇതൊക്കെ നീ ഓർക്കണം എന്നാണ് ഗുരു നമ്മളോട് പറഞ്ഞത്. എല്ലാം അതാതിന്റെ സമയത്ത് ചെയ്യുക. പക്ഷേ ബോധത്തെ നമ്മൾ മറക്കരുത്. ആ ബോധ സത്യത്തെ മറന്നുകൊണ്ട് പഞ്ചേന്ദ്രിയം നമ്മളെ പല വഴിക്കും കൊണ്ടുപോകും. ആ വഴിക്കൊന്നും നമ്മൾ പോകരുത്. കാട്ടാളന്റെ ശബ്ദം കേട്ട് പോകുന്നതും, നമ്മുടെ വണ്ട് പൂവിന്റെ മണം അടിച്ച് ചെന്ന് താമരയ്ക്കുള്ളിൽ അകപ്പെടുന്നതും, ഇങ്ങനെ ഓരോ ജീവികളും ഓരോ ഇന്ദ്രിയത്തിന്റെ ഭ്രമത്തിനനുസരിച്ച് പോയി ചത്തുപോകുന്നു. പക്ഷെ മനുഷ്യനാകട്ടെ ഈ 5 ഇന്ദ്രിയങ്ങളും അവന് ഒരുപോലെ ഉപയോഗിച്ച് ഭ്രമിച്ച് ഈ 5 ഇന്ദ്രിയങ്ങളും ലാവിഷായിട്ട് ഉപയോഗിച്ച് അവന്റെ ജീവിതം അവൻ തീർക്കുകയാണ്. അങ്ങനെയൊന്നും പാടില്ല. അപ്പൊ ഈ പീഡനമൊക്കെ നടക്കുന്നവരോട് ഈ ഇന്ദ്രിയ വൈരാഗ്യം പറഞ്ഞു കൊടുക്കണം അല്ലേ? എങ്ങനെ കേൾക്കാനല്ലേ? അപ്പൊ ഇതൊക്കെ അവരൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കൊന്നും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒരു നിമിഷത്തേക്കുള്ള ഇത് കഴിഞ്ഞ് അവർ ചിന്തിക്കാൻ തുടങ്ങും. ചെയ്തത് തെറ്റാണ്, ആ പശ്ചാത്താപം. അപ്പൊ മനസ്സിൽ വീണ്ടും കുറ്റബോധം വരുന്നു. ഇങ്ങനെ ആ സമയത്ത് ഏത് തെറ്റ് ചെയ്താലും ആ സമയത്ത് ഉള്ളിലിരുന്ന് അത് തെറ്റ്, ഇത് ശരി എന്ന് പറയാൻ ഒരു ബോധമുണ്ട്. ആ ബുദ്ധിയെ കേൾക്കണമെങ്കിൽ മനസ്സിന്റെ പുറകെ പോകരുത്. മനസ്സ് പറയുന്ന കേട്ട് നടന്നാൽ നമ്മൾ ചതിക്കപ്പെടും. മനസ്സ് പറയുന്ന എല്ലാം ബുദ്ധിയിൽ വിവേചിച്ചറിയണം. ഇത് വേണോ വേണ്ടിയോ? മനസ്സ് പറയുന്ന എല്ലാം അങ്ങ് കേൾക്കണോ? നമ്മൾ ചില കൂട്ടുകാർ നമ്മളോട് പറയുമ്പോൾ നമ്മളിങ്ങനെയാണ്, അവർ പറയുന്ന എല്ലാം കേൾക്കണോ? ചിലപ്പോൾ ഞാൻ ഉയരുന്നതിന് പറയുന്നതാണോ, അല്ലെ എന്നെ മറ്റുള്ളവർ സ്നേഹിക്കുന്നതിന് പറയുന്നതാണോ, അല്ലെ നമ്മൾ ചിന്തിക്കല്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളും ബുദ്ധിയിൽ വിവേചിച്ചറിയാൻ നമ്മൾ ശ്രമിക്കണം. കാണുന്നതെല്ലാം അങ്ങ് ശരിയാണെന്ന് വിശ്വസിക്കരുത്. വിശ്വാസം പോലും അവനവന് തോന്നുന്നതേ നമ്മൾ വിശ്വസിക്കാം. ഒരാൾ പറയുന്നതായിട്ട് വിശ്വസിക്കാൻ പാടില്ല. ശ്വാസം നല്ല രീതിയിൽ പോകുന്നതിന് വിശ്വാസം ഉണ്ടാവും. നല്ലൊരു ശ്വാസം എടുക്കുന്നവരായിരിക്കണം. ശ്വാസകോശത്തിനോട് നന്ദിയുള്ളവരായിരിക്കണം. ഹൃദയത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ളവർക്കേ ഉള്ളു നല്ല വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. ആ വിശ്വാസത്തോടെ ഗുരുവിനെ പൂജിക്കണം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്നുള്ള ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ടെന്നുള്ള ബോധവുമാണ്. ഈ ബോധ സ്വരൂപത്തിലാണ് നമ്മൾ ലയിക്കേണ്ടത്. അടുത്തത് ചിന്തിച്ചിടുന്ന ശിവമേ ചെറുപൈതലാമൻ ചിന്തയ്ക്ക് ഛേദമിത് കൊണ്ടൊരു തെല്ലുമില്ലേ സന്ധിച്ചിടുന്ന ഭഗവാനോട് തന്നെ ചൊല്ലാതെ എന്തിങ്ങി നിന്നുഴറിയാലൊരു സാധ്യമയ്യോ. ഭഗവാനെ ചിന്തിക്കുന്ന ഒരു ചെറു പൈതല അല്ലെ, ചിന്തിച്ചിടുന്ന ചെറു
പൈതലാമൻ ചിന്തയ്ക്ക് ചേതം ഇത് കൊണ്ടൊരു തെല്ലുമില്ലേ സന്ധിച്ചിടുന്ന ഭഗവാനോട് തന്നെ ചൊല്ലാതെ എന്തിങ്ങു നിന്നുഴറിയാലൊരു സാധ്യമയോ. നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് ചിന്തിക്കുന്നോ അത് നമ്മളിലേക്ക് വരുമെന്ന്. നല്ല ചിന്തകൾ, നമ്മുടെ ഓരോ അനുഭവങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് വന്നതാണ്. നമ്മൾ ഓരോന്നും നമ്മൾ അറിയുന്നില്ല, നമ്മൾ നേരത്തെ ചിന്തിച്ചതൊക്കെയാണ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ നല്ല ചിന്തകൾ ഉള്ളവരായിരിക്കണം. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഭാവിയെ പറ്റി നമ്മൾ ചിന്തിച്ചു നല്ല ചിന്തയോടെ ഒന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമ്മളൊരു ആഗ്രഹം ഇന്നതിൽ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം വരുന്നത്. ഒന്നിനോടും ഒട്ടലും പാടില്ല. ഒന്നിനെ പറ്റി നമ്മൾ നമ്മൾ എല്ലാത്തിൽ നിന്നും ഒരു അകലം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന നമുക്ക് ഒന്നിനോടും നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന നമുക്ക് ദുഃഖമില്ല. നമ്മൾ ഒന്നിനും പ്രതീക്ഷിക്കണ്ട. നമ്മൾ മക്കളെയാണേലും എല്ലാം നമ്മുടെ കടമ ചെയ്യുക. അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട. ആ പ്രതീക്ഷയാണ് നമുക്ക് ദുഃഖത്തിന് കാരണം. അപ്പൊ എന്ത് കാര്യം, ഒരു ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അവരിൽ നിന്ന് സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കുക. എന്നെ സ്നേഹിക്കണം, എന്നെ സ്നേഹിക്കാവുള്ളൂ. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് പകരം അവർക്ക് അങ്ങോട്ട് കൊടുക്കാൻ സാധിച്ചാൽ അവിടെയാണ് ഉത്തമമായ കുടുംബജീവിതം നടക്കുന്നത്. എന്ത് ഇങ്ങോട്ട് വേണമെന്നല്ല, അങ്ങോട്ട് എന്ത് കൊടുക്കും. നമ്മൾ എന്ത് കാര്യം എല്ലാവരും ഇങ്ങോട്ട് വേണമെന്നല്ല, അങ്ങോട്ട് ഞാൻ എന്ത് കൊടുക്കണം. നമ്മള് ശ്വാസം പോലും നമ്മള് കാർബൺ ഡയോക്സൈഡ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഓക്സിജൻ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്, അല്ലെ? നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പൊ എന്ത് കാര്യത്തിനും നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ നല്ല ചിന്തകള്, നല്ല പ്രവൃത്തികൾ ഉള്ള ഒരു മനുഷ്യരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അയ്യോ കിടന്നലയും ഈ പുലിയർക്ക് നീയൻ മെയ്യോ കൊടുത്തു വിലയായി വിലസുന്നു മേലിൽ കയ്യൊന്നു തന്നു കരയേറ്റണം എന്നെ നീ പൊയ്യിങ്കൽ നിന്നു പുതുമേനി പുണർന്നിടാനായി. നേരത്തെ ഗുരുദേവൻ പുലിയനെ പറഞ്ഞിട്ടുണ്ട്. പുലിയൻ എന്ന് പറഞ്ഞാലെന്നറിയോ, ഇന്ദ്രിയങ്ങളെയാണ് പുലിയൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ ഒരു 5 കോശങ്ങളും ഇവരെ എല്ലാവരെയും കൂടെ വഹിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രാണൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഇന്ദ്രിയങ്ങള് അവരവരുടെ വഴിക്ക് ഓടുമ്പോൾ ഇവരെല്ലാം പിടിച്ചു കെട്ടാൻ ഈ പ്രാണൻ എന്ത് പാടുപെടുന്നുണ്ടെന്നോ. ഈ 5 കുതിരകള് ഇങ്ങനെ പല വഴിക്ക് പോകുമ്പോൾ അവരെല്ലാം നേർവഴിക്ക് നയിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്ന രഥമാണ് നമ്മുടെ ഈ ശരീരം. അപ്പൊ ഇത് ഇങ്ങനെ കിടന്ന് കൊടുക്കും. എന്റെ മെയ്യല്ലേ ഞാൻ ഈ പുലിയർക്ക് കൊടുത്തത്. അതായത് ഈ ഇന്ദ്രിയങ്ങൾ എന്നെ എടുത്ത് ഉപയോഗിക്കുന്ന കണ്ടില്ലേ, അവിടുന്ന് എന്നെ രക്ഷിക്കാൻ നീ ആ കൈയൊന്നതാ. ഞാൻ ഈ ഇന്ദ്രിയങ്ങളുടെ വലയിൽ പെട്ട് കിടക്കുകയാണ്. നീ നിന്റെ കൈ തന്നെ എന്നെ ഒന്ന് കരയേറ്റണം. ഈ പൊയ്യിങ്കൽ നിന്ന് പുതുമേനി, എനിക്കൊരു പുതിയ മേനി, എനിക്കൊരു പുതിയ ജീവിതം, അല്ലെങ്കിൽ നമുക്ക് കീർത്തിയാ ഉടൽ കിട്ടണം. അങ്ങനെ നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മളെ ഉയർത്തണം. നമ്മൾ മരിച്ചൊക്കെ കഴിയുമ്പോൾ നമ്മളെ ഓർത്ത് സങ്കടത്തോടെ കരയാൻ ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ പോയി കഴിയുമ്പോൾ നന്നായി ഒരു കട്ടിൽ കഴിഞ്ഞല്ലോ സമാധാനം ഒന്ന് പറയരുത്. അങ്ങനെ നമ്മൾ മൂലം മറ്റുള്ളവർക്ക് സ്നേഹവും സന്തോഷവും ഒക്കെ കൊടുക്കാൻ സാധിച്ച് നല്ലൊരു ആളായിട്ട് നല്ലൊരു പ്രകാശം വരുന്ന ഒരാളായിട്ട് മാറാൻ ഗുരുദേവൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും ഗുരുവിനെ അറിയാനും ഗുരുവിന്റെ കൃതികൾ കേൾക്കാനും ഗുരുവിനെ പഠിക്കാനും നമ്മുടെ ചെവിയും നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അതിനുവേണ്ടി തുറന്നു വെക്കുകയാണ്. മംഗളസ്വരൂപിയായ മഹാദേവ, അവിടുത്തെ തിരുസ്വരൂപം എന്നെ കാണിച്ചു തരണം. ഇത് കേട്ട എല്ലാവരെയും ഗുരു അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം ജയിക്കട്ടെ.